നാടകത്തിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ മാടൻ, ചുടല മാടൻ. എന്റെ പൂജാരി അപ്പി, നിന്റെ മാടൻ ഇവിടെ ഒരു കഷ്ണം ഇറച്ചി തിന്നാണ്ട് ഒരു കോപ്പ കള്ളു മോന്താണ്ട് ഇവിടെ അലഞ്ഞ തിരിഞ്ഞ് നടക്കുമ്പം കിടന്നുറങ്ങും അല്ലേ? ഇത് കാലമാടനല്ല, ചൊടലമാടനാ. ചൊടലമാടൻ എന്റെ മാടാ. എനിക്കിതൊരു മനസ്സിലായില്ലേ? നിന്നെ ഒന്നും ഇവിടെ ആർക്കും വേണ്ട. എല്ലാവർക്കും നല്ല വൃത്തിയും വെടിപ്പുമുള്ള ആ നൂലിട്ട ദൈവങ്ങളെ മതി. മനസ്സിലായോ? ഓർക്കണുണ്ടോ ആ പഴയ കാലം? സങ്കടം പറയാനും സന്തോഷം പറയാനും ആളുകൾ എന്റെ അടുത്തേക്ക് ഓടി വന്നോണ്ടിരുന്ന കാലം. മടുത്തപ്പേ, മടുത്തു. ആർക്കും വേണ്ട ഈ മാടന്. മാട, ഓർക്കുന്നുണ്ടോ നീ എന്നെ? മേലാകെ ചുട്ടു പൊള്ളിയപ്പോ കൊണ്ടുവന്നതല്ലേടാ മാട ഞാൻ എന്റെ കുഞ്ഞിനെ നിന്റെ അടുത്തേക്ക്. നിനക്ക് വേണ്ട കള്ളും നിനക്ക് വേണ്ട ഇറച്ചിയും എല്ലാം തന്നില്ലേ മാട? എന്നിട്ട് നീ കാത്തോ മാട എന്റെ കുഞ്ഞെ? നിനക്ക് വേണ്ടത് ഇറച്ചിയല്ലേ? അല്ലേ? നിനക്ക് വേണ്ടത് ഇറച്ചിയല്ലേ? കൊണ്ടേ തിന്നടാ, തിന്ന്. ചത്തു മലച്ചെന്റെ കുട്ടി, ചത്തു മലച്ചെന്റെ കുട്ടി. എന്തുട്ടാണ് മാടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? ആരെയും എന്തുണ്ടേലും പറഞ്ഞു വിചാരിച്ച്? നീ നമ്മുടെ പൊന്നു മാടനല്ലേടാ. നീങ്ങി നിക്ക്. പിന്നെ നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി. നീ പേടിക്കണ്ട. നിന്നെ കുടിയിരുത്തുന്ന കാര്യത്തില് ഞാനും അപ്പയും ചില പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ട്. നീ നോക്കിക്കോ, നിന്നെ ഇവിടെ വൈകാതെ കുടിയിരുത്തും. നീ പേടിക്കണ്ട. നമസ്കാരം, ന്യൂസ് 18ലേക്ക് സ്വാഗതം. മാടൻതുറയ്ക്ക് സമീപം കുരിശ് കണ്ടെത്തിയത് വിവാദം കലക്കുന്നു. ഒരു വിഭാഗം തങ്ങൾ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന മാടൻതുറയാണെന്ന് അവകാശപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം കുരിശ് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണെന്ന് അവകാശപ്പെടുന്നു. എന്തായാലും പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. നമുക്കൊന്ന് നമ്മുടെ ബിനോയെ വിളിച്ചു. ഹലോ ബിനോയ്, കേൾക്കുന്നുണ്ടോ? ഹലോ ബിനോയ്, കേൾക്കുന്നുണ്ടോ? നമുക്ക് ദൃശ്യങ്ങളൊന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹലോ ബിനോയ്, പ്രശ്നം ഗുരുതരമാണെന്നാണ് ബിനോയ് നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ഇവിടെ നടക്കില്ല, ഈ രാജ്യത്തെ നടക്കില്ല. നിനക്കൊക്കെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ കടന്നു നോക്കോ. അതുപോലെ നിന്റെ ഈ രാജ്യം മാറി നിൽക്കണം. അവിടെ ഞങ്ങൾ ഇവിടെ പള്ളിയും പണിയും പ്രതിഷ്ഠയും നടത്തും. അതൊന്നും നിന്റെ മാടൻതുറ കേൾക്കില്ലടാ. അത് പറയാൻ നിങ്ങൾ ഏത് രാജ്യത്താണ് നിൽക്കുന്നതെന്ന് ആദ്യം ആലോചിക്കുക. നിന്റെ ഒന്നും ഒരു കുരിശ് കച്ചവടം ഈ നാട്ടിൽ നടക്കില്ല. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പൊക്കം ഇവിടുന്ന്. അവസാനത്തെയാ ഓടിക്കോ. പ്രതിഷ്ഠ, വിഗ്രഹം, ആഹാ കളറായിട്ടുണ്ടല്ലോ. നീ ഞങ്ങളെയൊക്കെ മറക്കോടാ. എന്നെ മറന്നാലും പൂജാരി ആയിട്ടുള്ള അപ്പീനെ മറക്കരുത് കേട്ടോ. അവൻ നിന്നെ എങ്ങനെയാ നോക്കിയത് മാടാ? ഓം ശുക്ലാം വരദരം വിഷ്ണു.
ജനാധിപത്യ ഇന്ത്യയിൽ തന്റെ വിധി മുൻകൂട്ടി മനസ്സിലാക്കി ബാബറി മോഹലസ്യഭീത്ത് വീണിട്ട് ഇത് ആദ്യ ഡിസംബർ. ഇത് എല്ലാവർക്കും ഒരു ഓർമ്മയായിരിക്കട്ടെ. ഇല്ലെങ്കിൽ കന്യാകുമാരി മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെ ഇനിയും ഒരു പുഴയൊഴുകും. അത് ഏത് പുഴയായിരിക്കും? ത്രിവർണമായിരിക്കില്ല എന്തായാലും. രുധിരം കലർന്ന, രോക്ഷം കലർന്ന, അതികനത്തമായ ഉള്ളൊഴുക്ക് നിറഞ്ഞ പുഴ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.